ശാരീരിക പരിമിതികളെ തരണം ചെയ്ത് നേട്ടങ്ങൾ കൊയ്യുന്നതിന്റെ വാർത്തകൾ അത് നാം ആശ്ചര്യത്തോടെയും അത്ഭുതത്തോടെയും നോക്കിക്കാണാറുള്ളതാണ്. കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു വാർത്ത ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് നിന്ന് വന്നിരുന്നു. അതെ, പ്രഥമ ബ്ലൈൻഡ് T20 ലോകകപ്പ് കിരീടത്തിൽ മുത്തമിട്ട് ഇന്ത്യൻ വനിതകൾ. കൊളംബോയിൽ നടന്ന കലാശപ്പോര് നേപ്പാളിനെ 7 വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചാണ് ഇന്ത്യയുടെ വനിതകൾ ആ കിരീടത്തിൽ മുത്തമിട്ടത്. ടൂർണമെന്റിലുടനീളം അപരാജിതരായായിരുന്നു ഇന്ത്യ ആ ചരിത്ര നേട്ടത്തിലേക്ക് എത്തിയത്. ഫൈനൽ പോരാട്ടത്തിൽ ബാറ്റിംഗിനായി ആദ്യം കളത്തിലിറങ്ങിയ നേപ്പാൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ അടിച്ചെടുത്തത് 114 റൺസ്. മറുപടി ബാറ്റിംഗിനായി ക്രീസിലെത്തിയ ഇന്ത്യ 12 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ വിജയം സ്വന്തമാക്കി. നേപ്പാളിനെതിരെ മറുപടി ബാറ്റിംഗിൽ 44 റൺസ് നേടി പുറത്താകാതെ നിന്ന ഇന്ത്യയുടെ ഫുല സറൈനയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഫൈനൽ പോരാട്ടത്തിലും ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു നാം കണ്ടത്. നേപ്പാൾ ബാറ്റർമാർക്ക് ഇന്നിംഗ്സിൽ ആകെ നേടാൻ സാധിച്ചത് ഒരേ ഒരു ബൗണ്ടറി. സെമി ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയായിരുന്നു ഇന്ത്യ കലാശപ്പോരിലേക്ക് യോഗ്യത നേടിയത്. അതേസമയം പാകിസ്ഥാനെ കീഴടക്കിയായിരുന്നു നേപ്പാളിന്റെ ഫൈനൽ പ്രവേശം. ടൂർണമെന്റിലെ ടോപ്പ് സ്കോററായത് പാകിസ്ഥാൻ താരം മെഹ്റൈൻ അലി. ടൂർണമെന്റിൽ 600 റൺസ് അടിച്ചെടുത്ത മെഹ്റൈൻ ശ്രീലങ്കയ്ക്കെതിരെ 78 പന്തിൽ 230 റൺസായിരുന്നു നേടിയത്. ഓസ്ട്രേലിയക്കെതിരെ താരം സെഞ്ചുറിയും സ്വന്തമാക്കി. വെളുത്ത നിറത്തിലുള്ള പ്ലാസ്റ്റിക് പന്ത് ഉപയോഗിച്ചാണ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിക്കുന്നത്. താരങ്ങൾക്ക് പന്തിന്റെ വരവ് കേട്ട് മനസ്സിലാക്കുന്നതിനായി കിലുക്കമുള്ള പന്താണ് ഉപയോഗിക്കുക. ബാറ്ററോട് തയ്യാറാണോ എന്ന് ചോദിച്ച ശേഷം ബൗളർ പ്ലേ എന്ന് പറഞ്ഞാണ് അണ്ടറാമായി പന്തെറിയുന്നത്. പന്ത് ഒരു തവണയെങ്കിലും ബൗൺസ് ചെയ്യണമെന്നും നിർബന്ധമുണ്ട്. സാധാരണ ക്രിക്കറ്റിലേതുപോലെ ടീമിൽ 11 താരങ്ങൾ ഉണ്ടാകുമെങ്കിലും അതിൽ 4 പേർ പൂർണ്ണമായും കാഴ്ച നഷ്ടപ്പെട്ടവരാകണം. കൂടാതെ കണ്ണു മറച്ചുവെച്ച് വേണം എല്ലാവരും ഗ്രൗണ്ടിൽ ഇറങ്ങാൻ. പരിമിതികളെ തരണം ചെയ്ത് നേടിയ ഈ ഉജ്ജ്വല വിജയം മറ്റെന്തിനേക്കാളും ആഘോഷിക്കപ്പെടേണ്ടത് തന്നെയാണ്.